ർക്കും സ്വാഗതം. ജമ്മു കാശ്മീരിൽ 3 ഭീകരരെ സൈന്യം വധിച്ചു എന്നുള്ള വാർത്ത തൊട്ടു മുമ്പാണ് വന്നത്. ഡജിക വനമേഖലയിലാണ് ഈ സംഭവം. മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിലാണ് ഈ ഭീകരരെ വധിക്കാൻ കഴിഞ്ഞത്. ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കൊല്ലപ്പെട്ടവരിൽ പഹൽഗാം ഭീകരാക്രമണത്തിലെ 2 ഭീകരരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള നിർണായക വിവരവും വരുന്നുണ്ട്. പക്ഷേ അത് ഔദ്യോഗികമല്ല. അപ്പോഴും അത് ഒരു നിർണായക വിവരം തന്നെയാണ്. ഓപ്പറേഷൻ മഹാദേവിന്റെ ഭാഗമായി ദാരാ മേഖലയിൽ സൈന്യം തെരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. ഭീകരർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നു. മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലാണ് സംഭവിച്ചത്. കിരൺ ബാബു വിവരങ്ങൾ നൽകും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കിരൺ ബാബു, ഈ പഹൽഗാം ഭീകരാക്രമണ ബന്ധമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ്, ഔദ്യോഗികമല്ല. പക്ഷേ അപ്പോഴും അത് ഏതെങ്കിലും തരത്തിൽ സ്ഥിരീകരിക്കാൻ കഴിയുന്നതാണോ? അങ്ങനെ ഒരു സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല. ചില അഭ്യൂഹങ്ങൾ മാത്രമാണ്. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഭീകരർ തന്നെയാണ് 3 പേർ കൊല്ലപ്പെട്ടത് എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു സ്ഥിരീകരണം വരാതെ നമുക്ക് ആ കാര്യത്തിൽ എന്തെങ്കിലും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. നേരത്തെ അങ്ങനെയല്ല എന്നുള്ള ചില വാർത്തകളൊക്കെ ആയിരുന്നു വന്നിട്ട് അതിനുശേഷം പിന്നീട് ചില സംശയങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സൈന്യമാണ് ഇതൊക്കെ സ്ഥിരീകരിക്കേണ്ടത്. 3 ഭീകരവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നതും ആ 3 പേരും വിദേശികളാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അത്രയും വിവരങ്ങൾ മാത്രമാണ് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ സൈന്യവും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ ഒരു ഓപ്പറേഷൻ കൂടിയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ആ ഓപ്പറേഷനിലാണ് ഇപ്പോൾ 3 പേർ തുടർച്ചയായിട്ടുള്ള വെടിവെപ്പിനെ തുടർന്ന് പട്ടാളക്കാരുടെ വെടിയേറ്റാണ് 3 പേർ കൊല്ലപ്പെട്ടത്. ഈ 3 പേരും ഭീകരരാണ് എന്നത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ 3 പേരും വിദേശികളാണ്, ഇന്ത്യക്കാരല്ല എന്നതും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരാണ് പഹൽഗാം ഭീകരാക്രമണം നടത്തിയത്, ഇവർ തന്നെയാണോ എന്ന കാര്യത്തിലൊന്നും സ്ഥിരീകരണം വന്നില്ല. അതൊക്കെ പിന്നീട് വരേണ്ടത് ഒന്നാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ചെന്തായാലും സ്ഥിരീകരണമില്ലാതെ ഇത്തരം വിഷയത്തിൽ സൈന്യമാണ് ആത്യന്തികമായി സ്ഥിരീകരിക്കേണ്ടത്. ഇത് ആരെയാണ് കൊലപ്പെടുത്തിയത്, ആരാണ് ഇതെന്നൊക്കെ സ്ഥിരീകരിക്കേണ്ടത്. അത്തരം ഒരു വാർത്ത എന്തായാലും വന്നിട്ടില്ല. എന്തായാലും 3 ഭീകരരെ കൊലപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. ഇന്ത്യൻ മണ്ണിൽ ഉണ്ടായിരുന്ന 3 ഭീകരരെയാണ് തുടർച്ചയായ ഏറ്റുമുട്ടലിന് ഒടുവിലാണ് ഇവരെ കൊലപ്പെടുത്താൻ കഴിഞ്ഞത്. അത് ഇന്ത്യയെ സംബന്ധിച്ചും ഇന്ത്യൻ സേനയെ സംബന്ധിച്ചും വളരെ വലിയ നേട്ടമാണ്. ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിൽ ഇന്ത്യൻ സൈന്യവും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയത്. ആ ഓപ്പറേഷനിലാണ് ഈ 3 ഭീകരരെ ഇപ്പോൾ കൊലപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനൊപ്പം കൂടുതൽ ഭീകരർ കൂടി ഇവരുടെ സംഘത്തിലുണ്ടോ എന്നുള്ള സംശയമുണ്ട്. ഇപ്പോഴും ഏറ്റുമുട്ടൽ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. മറ്റുള്ളവർ കൂടി ഇവരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളൊരു സംശയമൊക്കെ ഇപ്പോഴുമുണ്ട്. ഇവർ കാടിനുള്ളിലാണ് ഇത്തരം ഒരു ഏറ്റുമുട്ടൽ, ശ്രീനഗറിനോട് ചേർന്ന് കാടിനുള്ളിലാണ് ഇത്തരം ഒരു ഏറ്റുമുട്ടൽ നടന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ആരൊക്കെ എവിടെയൊക്കെ പോയി ഒളിച്ചിരിക്കുന്നു എന്നത് പെട്ടെന്ന് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് കണ്ടെത്തി കഴിയുന്ന ഒന്നല്ല. ഈ കാടിനുള്ളിലായതുകൊണ്ട് തന്നെ ഇവർ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പരമാവധി രക്ഷപ്പെടാതെ ഇവരെല്ലാം പിടികൂടുക, ബാക്കിയുള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടി പിടികൂടുക, ജീവനോടെ തന്നെ പിടികൂടുക എന്നാണ് ഒന്നാമത്തെ ലക്ഷ്യം. ജീവനോടെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തുക. അങ്ങനെ ആ ഒരു നീക്കമാണ് സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സൈന്യം ഇതുവരെയുള്ള നീക്കങ്ങളെല്ലാം സൈന്യത്തിൻ്റെ ഭാഗത്ത് തന്നെയാണ് വ്യക്തമായ ആധിപത്യവും വിജയവും ഉള്ളത്. ഇവിടെ ഒളിച്ചിരുന്ന ഭീകരർ ഏകദേശം 1 മാസത്തോളം നീണ്ട ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലും ഒടുവിലാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇവർ ഉണ്ട് എന്നത് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇന്നലെ രാത്രി തന്നെ ഈ ഭാഗമൊക്കെ വളഞ്ഞിരുന്നു. അവിടെ അതിന് ശേഷമാണ് ഏറ്റുമുട്ടലുണ്ടായത്. ആ ഏറ്റുമുട്ടലാണ് 3 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇനി അറിയേണ്ടത് ഈ ഭീകരർക്ക് ഏതെങ്കിലും തരത്തിൽ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട ആളുകളാണോ അല്ലെങ്കിൽ ആ സംഘത്തിൽപ്പെട്ടവരാണോ എന്നുള്ളത്. പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബ എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ ഒരു ആഗോള ഭീകര സംഘടന, അതിൽപ്പെട്ടവരാണ് ഇവരെന്നാണ് പ്രാഥമികമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. കിരൺ ബാബു സൂചിപ്പിച്ചതുപോലെ ചിനാ കോപ്സിന്റെ ഔദ്യോഗികമായിട്ടുള്ള എക്സ് പേജിലൊക്കെ പങ്കുവെക്കുന്നത് 3 terrorists have been neutralized in an intense firefight. Operation continues. ഇപ്പോഴും ഓപ്പറേഷൻ തുടരുകയാണ്. ഓപ്പറേഷൻ മഹാദേവ് എന്നുള്ള പേരിൽ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ ആരംഭിച്ചു. പിന്നീട് നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് എത്തി 3 ഭീകരരെ സൈന്യം വധിച്ചു. അവരുടെ ഐഡന്റിറ്റി വ്യക്തമല്ല. പക്ഷേ ഇപ്പോൾ കിരൺ ബാബു സൂചിപ്പിച്ചു വിദേശികളാണ് എന്ന് മാത്രം ഏറെക്കുറെ വ്യക്തമാകുന്നു എന്ന് മാത്രം. കിരൺ, ഇത് എത്ര മണിക്കൂറോളം നീണ്ടുനിന്ന ഏറ്റുമുട്ടലായിരുന്നു? എപ്പോഴാണ് ഈ സൈന്യം ഇത്തരത്തിലൊരു വിവരം ലഭിച്ച് തിരച്ചിൽ ആരംഭിക്കുന്നത്? ഇത് മണിക്കൂറുകളുടെ ഏറ്റുമുട്ടലിനൊക്കെ അപ്പുറത്തേക്ക് ഇത് കഴിഞ്ഞ 1 മാസത്തിലേറെ നീണ്ട ഒരു പ്രോസസ്സായിരുന്നു. ഇന്ത്യൻ സൈന്യവും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി തന്നെ പരിശോധനകൾ നടത്തി വരികയായിരുന്നു. ഇന്ത്യയിലെ ജമ്മു കാശ്മീരിലെ പല പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് കാടുകളൊക്കെ കേന്ദ്രീകരിച്ച് ഇത്തരം ഭീകര സംഘടനകളുടെ ആളുകളൊക്കെ തമ്പടിച്ചിട്ടുണ്ട്. അവരെ എവിടെയാണ് എന്ന് കണ്ടെത്തുക. ഇവരങ്ങനെ പുറത്തേക്ക് വരാതെ മാസങ്ങളോളം ഈ ഇത്തരം ഒളിത്താവളങ്ങളൊക്കെ നിൽക്കുക. അതിനുശേഷം ഇവർ പ്രത്യേക സമയത്ത് മാത്രം പുറത്തു വന്ന് ആക്രമണം നടത്തി മടങ്ങിപ്പോവുക, ഇങ്ങനെയുള്ള രീതിയൊക്കെയാണ്. പക്ഷേ ഇവരുള്ള ഇന്ത്യൻ
ഇന്ത്യൻ മണ്ണിൽ ചില സ്ഥലങ്ങളിലൊക്കെ അവരുടെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം ഓരോന്നായി ആ മണ്ണ് അരിച്ചുപെറുക്കി കണ്ടെത്തി അങ്ങനെ വിവിധ അവർ പുറത്തേക്ക് ബന്ധപ്പെടുന്ന ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ഉപാധികൾ, അതോടൊപ്പം തന്നെ ഇവർക്ക് ഭക്ഷണമോ മറ്റ് സാധനങ്ങളോ എവിടെ നിന്നാണ് എത്തുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ സസൂക്ഷ്മമായി മാസങ്ങളോളം നിരീക്ഷിച്ച് 1 മാസത്തോളം നീണ്ട നിരീക്ഷണത്തിനൊടുവിലാണ് ഇങ്ങനെ ചില ആളുകൾ കാടിനുള്ളിലുണ്ട്, ഇന്ന സ്ഥലത്തുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ ലഭ്യമാകുന്നത്. അതിനുശേഷമാണ് ഇവരെ പിടിക്കാൻ വേണ്ടിയുള്ള ഓപ്പറേഷൻ ആരംഭിക്കുക. ഇന്നലെ മുതൽ തന്നെ ആ ഓപ്പറേഷൻ ആരംഭിച്ചിരുന്നു. ഇന്നലെ രാത്രി മുതൽ തന്നെ മണിക്കൂറുകളോളം നീണ്ട വെടിവെപ്പായിരുന്നു. ഇത് തുടർച്ചയായ വെടിവെപ്പല്ല. ഒരു സ്ഥലത്ത് വെടിവെപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ഇവർ ചിലപ്പോൾ കാടിനുള്ളിലാണ് നിൽക്കുന്നത്. പട്ടാളത്തിനായാലും അങ്ങനെ നേരിട്ട് ഒരു യുദ്ധം നടത്തി നേരിട്ട് ഒരുത്തരെ വെടിവെച്ച് ഇട്ട് അവരെ കൊലപ്പെടുത്തുക, അതൊക്കെ പ്രയാസമുള്ള ടെറൈനാണ്. അത്തരം ടെറൈനിൽ വലിയ സന്നാഹങ്ങളോടുകൂടിയാണ് പട്ടാളമായി നിൽക്കുന്നത്. ഇവരുടെ ഭാഗത്തുനിന്നും സ്വാഭാവികമായും ഇത്തരം ഭീകരവാദികളൊക്കെ അവർ ഇതിൽ ട്രെയിൻ ചെയ്തിട്ടുള്ള ആളുകളാണ്. അവർക്ക് ഇത്തരം കാടിൻ്റെ പട്ടാളക്കാർക്കാൾ മുമ്പേ ഈ സ്ഥലത്ത് താവളം അടിച്ചുകൊണ്ട് അവിടെ നിന്ന് പട്ടാളത്തിനെതിരെ ആക്രമണം നടത്താനൊക്കെ പരിശീലനം നേടിയ ആളുകളൊക്കെയാണ്. അവരെ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചും കൈകാര്യം ചെയ്ത് വേണം ഇവരൊക്കെ നേരിടാൻ. എന്തായാലും പട്ടാളത്തിൻ്റെ അതിവിദഗ്ധമായ ഇന്ത്യൻ സേനയുടെയും അതോടൊപ്പം തന്നെ കശ്മീർ പോലീസിൻ്റെയും അതിവിദഗ്ധമായ ഒരു ഓപ്പറേഷൻ, അത്തരം ഒരു ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിൽ നടത്തിയ ഓപ്പറേഷൻ, അതിൽ ഇന്ത്യൻ സേനയും കശ്മീർ പോലീസും വിജയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇനിയും കൂടുതൽ ആളുകളൊക്കെ ഈ പ്രദേശത്തുണ്ടോ എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടുണ്ട്. 3 പേർ മാത്രമാവില്ല ഈ സംഘത്തിലൊക്കെ ഉണ്ടാവുക, അതിലേറെ ആളുകളൊക്കെ ഉണ്ടാവും. ചിലരൊക്കെ ഇങ്ങനെ ഓപ്പറേഷൻ തുടങ്ങി കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ പെട്ടെന്ന് ഒരു ഭാഗത്ത് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ മറ്റുള്ളവർ ഏതെങ്കിലും പ്രധാനപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവർ ആ ഭാഗത്തുകൂടി രക്ഷപ്പെടും. അതൊക്കെ നിരന്തരമായി ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ എങ്ങനെ ചെയ്യണം, ആരൊക്കെ മുൻനിരയിൽ നിന്ന് ഈ ആക്രമണം ഏറ്റെടുക്കണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പട്ടാളക്കാരുടെ ശ്രദ്ധ തിരിക്കാം, എന്നിട്ട് എങ്ങനെയൊക്കെ രക്ഷപ്പെടാം, ഇത്തരം കാര്യങ്ങളൊക്കെ അവർ മുൻകൂട്ടി തീരുമാനമെടുക്കുകയും അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി നടപ്പാക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ ധാരണയൊക്കെ ഉള്ളവരാണ് ഭീകരർ. അവർ ഇതിനുവേണ്ടി മാത്രം ഇറങ്ങി പുറപ്പെട്ട മനുഷ്യരാണ് എന്നതുകൂടി ആലോചിക്കണം. അതിനെയൊക്കെയാണ് അതിസമർത്ഥമായി ഇന്ത്യൻ സേന നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സേന അത്തരം ഏതെല്ലാം തരത്തിൽ ഏതെല്ലാം വഴിയിലൂടെയൊക്കെ അവർ പോകാൻ സാധ്യതയുണ്ട്, ഏതെല്ലാം തരത്തിലുള്ള ആക്രമണം ഇവർ നടത്താൻ സാധ്യതയുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പഠിച്ച ശേഷം അതിന് എന്ത് മരുന്ന് ഉണ്ടാക്കാം, അതിനെ എങ്ങനെ പ്രതിരോധിക്കാം, ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായ കാര്യങ്ങൾ പഠിച്ച ശേഷമാണ് അവർ ഈ ഓപ്പറേഷൻ തുടങ്ങിയത്. എന്തായാലും ഓപ്പറേഷൻ മഹാദേവ് ഇന്ത്യൻ വെടിവെപ്പിലെ 3 ഭീകരരെ കൊലപ്പെടുത്തുന്നത്, അത് 3 പേരും പ്രാഥമികമായ നിഗമനത്തിൽ വിദേശികളാണ്. ലഷ്കർ എ തോയ്ബ ഭീകരവാദികൾ തന്നെയാണ്. ലഷ്കർ എ തോയ്ബയുടെ പാകിസ്ഥാനിൽ നിന്ന് ഭീകരവാദത്തിൽ അവർ പരിശീലനം നേടിയവരാണ്. അങ്ങനെ പരിശീലനം നേടി മാസങ്ങളോളം കാട്ടിലെ ഇങ്ങനെ ഉള്ളിടങ്ങളിൽ കഴിയുക, അതിനുശേഷം ഏറ്റവും അനുകൂലമായ അന്തരീക്ഷം വരുമ്പോൾ അവർ ആക്രമണം നടത്തി മടങ്ങി പോവുക, ഇത്തരമാണ് സാധാരണഗതിയിൽ അവർ ചെയ്യുന്നത്. ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും ഒരിടത്ത് പിടിയിലായി കഴിഞ്ഞാൽ ആരൊക്കെ മുന്നിൽ നിന്ന് പട്ടാളത്തെ ആക്രമിക്കണം, പോലീസിനെ ആക്രമിക്കണം, അതിനുശേഷം എങ്ങനെയൊക്കെ മറ്റുള്ളവർ ഏത് വഴിയിലൂടെ രക്ഷപ്പെടണം, ഇത്തരം കാര്യങ്ങളൊക്കെ അവർ മുൻകൂട്ടി തീരുമാനിക്കുകയും ഒക്കെ ചെയ്ത ആളുകളായിരിക്കും. അപ്പോൾ അതിനെല്ലാം മറികടക്കുക എന്ന് പറയുന്നത് ഒരേപോലെ തന്നെ വലിയ വെല്ലുവിളി തന്നെയാണ് ഉള്ളത്. ഇവരെ ജീവനോടെ പിടിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഇന്ത്യൻ സേനയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. ഒരു ഭീകരനെ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു ആവേശമൊക്കെ തോന്നുമെങ്കിലും ഒരാളെ ജീവനോടെ പിടികിട്ടിയാൽ ഇന്ത്യൻ സേനയ്ക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഒരാളെ കൊലപ്പെടുത്തുന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണ് എന്ന് ആലോചിക്കണം. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും ഒരാളെങ്കിലും ജീവനോടുകൂടി പിടികൂടാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കും നടത്തുക. അവസാന നിമിഷത്തിൽ മാത്രമാണ്, പട്ടാളക്കാരുടെ ജീവന് അപകടത്തിലുണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് അവർ വെടിവെച്ച് ഇവരെ കൊലപ്പെടുത്തുക എന്നുള്ളത്. അല്ലെങ്കിൽ വെടിവെച്ച് ഇവരെ കൊലപ്പെടുത്തുക കുറേ കൂടി എളുപ്പമുള്ള മാർഗ്ഗമാണ്. അങ്ങനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയല്ല, അവരെ ജീവനോട് കിട്ടിയാൽ മാത്രം അവരുടെ കയ്യിൽ നിന്ന് അവരെങ്ങനെ ഇന്ത്യയിലേക്ക് കടന്നു വന്നു, എവിടെ നിന്നെല്ലാമാണ് സഹായം കിട്ടിയത്, ഇനി ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും ഇവർക്ക് സഹായം ലഭ്യമായിട്ടുണ്ടോ, അത്തരം വിവരങ്ങൾ